ശാന്തമായിട്ടിരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് സുമാനോബി, താമസിക്കുന്നത് പയ്യാവൂർ. എനിക്ക് കിട്ടിയ വലിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിത് എഴുതുന്നത്. ഞാൻ ഇസ്രായേലിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ എനിക്ക് ഒത്തിരി തടസ്സങ്ങളായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് അച്ഛനെ കാണുകയും 5 പ്രാവശ്യം മുട്ടൽ വലിഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ അച്ഛനെ വിളിച്ച് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും അച്ഛൻ പറഞ്ഞു, നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നും എല്ലാം ശരിയാകുമെന്നും പറഞ്ഞു. 19-ാം തീയതി എൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു. ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി. തടസ്സങ്ങളെല്ലാം മാറ്റിത്തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യായിക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം. എൻ്റെ പേര് സെബാസ്റ്റ്യൻ. കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് എനിക്ക് ബിടെക്കിൻ്റെ എക്സാമിന് ചില വിഷയങ്ങൾ പാസ്സാകാതെ വരികയും തുടർന്ന് എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല എന്ന് തോന്നുകയും അതേ തുടർന്ന് വിശുദ്ധ കുർബാനയും പ്രാർത്ഥനയ്ക്കും പോകാതെ ആവുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ അമ്മയും അമ്മയുടെ അനിയത്തിയും കൂടെ എന്നെ നിർബന്ധിച്ച് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവരികയും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. അച്ഛൻ പരിഹാരപ്രവൃത്തി ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് ചെയ്യാതെ ഹാളിൽ കയറിയിരുന്നു. അമ്മ എനിക്ക് പകരം പരിഹാരമായി പ്രാർത്ഥിച്ചിട്ട് മുട്ടിൽ നീന്തുന്നത് കണ്ട് ഞാൻ അമ്മയോട് വഴക്കിട്ട് മുട്ടിൽ നീന്തുകയും ചെയ്തു. പിന്നെ തുടർന്ന് വന്ന എല്ലാ സപ്ലി എക്സാമുകളും വളരെ അധികം പഠിക്കാൻ സാധിക്കുകയും അങ്ങനെ എല്ലാ എക്സാമും ക്ലിയർ ആക്കാനും എനിക്ക് സാധിച്ചു. എനിക്ക് പഠിച്ചു കഴിഞ്ഞിറങ്ങിയപ്പോൾ 24 സപ്ലികൾ എഴുതിയെടുക്കാനുണ്ടായിരുന്നു. എല്ലാം എനിക്ക് എഴുതിയെടുക്കാൻ സാധിച്ചു എന്ന് സെബാസ്റ്റ്യൻ ബാബു, കോട്ടയം. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം. യേശുവേ നന്ദി, യേശുവേ മഹത്വം. എൻ്റെ പേര് ഇവ മരിയ ജോൺ. വീട് കണ്ണൂർ ജില്ലയിൽ. ഇപ്പോൾ UK താമസിക്കുന്നു. UK പരീക്ഷ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. തോക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ നല്ല മാർക്കോടെ ജയിക്കാൻ ഈശോ എന്നെ സഹായിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സൻ അച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് വത്സമ്മ. നെല്ലിക്കാമ്പൊയിലാണ് താമസം. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ ഭർത്താവിൻ്റെ സഹോദരിയുടെ മകൾക്ക് തൈറോയിഡ് വന്നു. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഭയങ്കര കൂടുതലാണ്. എന്നോട് ആവിലായിൽ സാക്ഷ്യം എഴുതി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. ഒരു കുഴപ്പവുമില്ലാതെ ബന്ധിതനായ ഈശോയും കർമ്മല മാതാവും ആവില അമ്മയും സഹായിച്ചു. അവരുടെ കൊച്ചുമകൾ MBBS അഡ്മിഷൻ കിട്ടാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് നേർന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അഡ്മിഷനും കിട്ടി. അവർ കോഴിക്കോടാണ് താമസിക്കുന്നത്. എനിക്ക് കിട്ടിയ മറ്റൊരു അനുഗ്രഹം, ഞാൻ പള്ളിയിൽ പോയപ്പോൾ തലകറങ്ങി വീണു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഹാർട്ടിന് പ്രശ്നമാണെന്നും നല്ല ചികിത്സ വേണമെന്നും പറഞ്ഞു. ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയി ഹാർട്ടിൻ്റെ MRI എടുത്തു. അപ്പോൾ ഞാൻ കരുണയിൽ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരുന്നു. MRI എടുക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ ഇരുന്നാൽ ഞാൻ സാക്ഷ്യപ്പെടുത്തി കൊള്ളാമെന്നും നേർച്ചയും നേർന്നു. റിസൾട്ട് കിട്ടിയപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്നും കുറച്ചുനാൾ മരുന്ന് കഴിക്കണമെന്നും പറഞ്ഞു. ബന്ധിതനായ ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ മോന് ബ്ലോക്ക് വന്നു. ഒരു കുഴപ്പവുമില്ലാതിരുന്നാൽ സാക്ഷ്യപ്പെടുത്തി കൊള്ളാമെന്ന് നേർന്നതിൻ്റെ ഫലമായി അവനൊരു കുഴപ്പവുമില്ല, റെസ്റ്റ് എടുത്താൽ മതിയെന്ന് പറഞ്ഞു. ഇത്രയേറെ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ബിന്ദു. ഞാൻ പയ്യാവൂരിൽ നിന്നും വരുന്നു. കഴിഞ്ഞ SSLC പരീക്ഷയ്ക്ക് എൻ്റെ മകൾ ഫുൾ A+ ലഭിക്കുന്നതിനായി ഞാൻ നിയോഗം എഴുതിയിടുകയും ലഭിച്ചാൽ സാക്ഷ്യം നൽകാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു. കൂടാതെ പഠിച്ച സ്കൂളിൽ തന്നെ ഇഷ്ടപ്പെട്ട വിഷയത്തിന് +1 അഡ്മിഷൻ ലഭിക്കുവാനും പ്രാർത്ഥിച്ചിരുന്നു. ബന്ധിതനായ ഈശോയുടെ അനുഗ്രഹത്താൽ എൻ്റെ മോൾക്ക് ഫുൾ A+ ലഭിക്കുകയും പഠിച്ച സ്കൂളിൽ തന്നെ മെരിറ്റിൽ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു.
കൂടാതെ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന എൻ്റെ മകൻ്റെ തേർഡ് ഇയർ എക്സാം എല്ലാ വിഷയങ്ങളും അവൻ പാസ്സാകാനും പ്രാർത്ഥിച്ചിരുന്നു. ഈശോ അതും നൽകി അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ഛനും നന്ദി പറയുന്നു. പറയാം. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഞാൻ നീനു. ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യായ്ക്കും 1000 നന്ദി. ഞാൻ ഇസ്രയേലിൽ പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് വന്ന് ഒത്തിരി താമസമുണ്ടായി അറിയിപ്പ് വരാൻ. എല്ലാ വ്യാഴാഴ്ചയിലും പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും മുട്ടിൽ വലിയുകയും ബന്ധിതനായ ഈശോയുടെ മുമ്പിൽ നിയോഗം എഴുതി സമർപ്പിക്കുകയും ചെയ്തു. അച്ഛനെ കാണുകയും ചെയ്തിരുന്നു. അച്ഛൻ അറിയിപ്പ് ഉടനെ വരുമെന്ന് പറയുകയും ചെയ്തു. പിറ്റേ ദിവസം തന്നെ അറിയിപ്പ് വരികയും അതിനുശേഷം 15 ദിവസം കൊണ്ട് വിസ വരികയും ചെയ്തു. ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് അഞ്ജലി. ഞാൻ കല്ലുവയലിൽ നിന്നും വരുന്നു. ഞാൻ ദയ എക്സാമിൽ ഒരു മൊഡ്യൂൾ 2 പ്രാവശ്യം എഴുതിയിട്ടും പാസ്സായില്ല. അതിനുശേഷം ഞാൻ ആവിലായിൽ വന്ന് ബന്ധിതനായ ഈശോയുടെ മുമ്പിൽ കെട്ടിയിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അടുത്ത എക്സാമിൽ ഞാൻ ആ മൊഡ്യൂൾ നല്ല മാർക്കോടെ പാസ്സായി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ. എൻ്റെ പേര് പ്രേമജ. ഞാൻ പുതിയങ്ങാടിയിൽ നിന്നും വരുന്നു. എനിക്ക് കിട്ടിയ 3 അനുഗ്രഹങ്ങളാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ്. എൻ്റെ മകൻ മദ്യപാനിയായിരുന്നു. 2024 ജനുവരി 2ാമത്തെ ആഴ്ചയിൽ 1 മണി സമയത്തെ ആരാധനയിൽ പങ്കെടുത്തതോടെ അവൻ്റെ മദ്യപാനം മാറി. വീട്ടിലെത്തിയ ഞാൻ കാണുന്നത് മദ്യക്കുപ്പികൾ കത്തിക്കുന്ന മകനെയാണ്. പിന്നീട് ഇതുവരെ 9 മാസമായി അവൻ മദ്യപിച്ചിട്ടില്ല. മദ്യപിക്കുന്നവരുടെ കൂടെ കൂട്ടും കൂടാറില്ല. എനിക്ക് വർഷങ്ങളായി, ഏകദേശം 22 വർഷങ്ങളായി തലയ്ക്കകത്ത് വേദനയായിരുന്നു. ഒരെണ്ണയും ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. ഇവിടുത്തെ എണ്ണ തലയിൽ തേച്ച് കുളിക്കാൻ തുടങ്ങിയതോടെ കഴിഞ്ഞ 3 വർഷമായി എൻ്റെ ഈ രോഗം പൂർണ്ണമായും മാറിക്കിട്ടി. എനിക്ക് വായ്ക്കകത്ത് നീരും വേദനയും ഉണ്ടായിരുന്നു. അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ ഉമിനീര് കൊണ്ട് തടവി സൗഖ്യമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ എൻ്റെ രോഗം പൂർണ്ണമായും വിട്ടുമാറി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പേര് വിലാസിനി. പയ്യാവൂരിൽ നിന്നും വരുന്നു. എൻ്റെ മകൻ MCom വരെ പഠിച്ചിട്ടുണ്ട്. ഒരു പ്രൈവറ്റ് ബാങ്കിൽ മാനേജറായി ജോലി ചെയ്തിരുന്നു. ആ സ്ഥാപനം സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടായി പൂട്ടുകയും ഓണർ ജയിലിലാകുകയും ചെയ്തതിൻ്റെ ഫലമായി ജോലി നഷ്ടമായി. പിന്നീട് 9 മാസത്തോളം ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ ആവിലായിൽ വ്യാഴാഴ്ച പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ഞാനും മോനും കൂടി ആവിലായിൽ വന്ന് റാപ്സനച്ഛനെ കാണുകയും പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്തു. ഇപ്പോൾ അവനൊരു ജോലി കിട്ടി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് മേഴ്സി. സ്ഥലം നെല്ലിക്കുറ്റി. എൻ്റെ മകൾ ആഷ്ലിക്ക് ലഭിച്ച വലിയൊരു സൗഖ്യം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ആഷ്ലിയുടെ 2ാമത്തെ പ്രസവം സിസേറിയനായിരുന്നു. അനസ്തീഷ്യയുടെ പാർശ്വഫലമായി അതിശക്തമായ തലവേദനയായിരുന്നു. കുഞ്ഞിന് പാല് കൊടുക്കുവാനോ എഴുന്നേൽക്കുവാനോ ഇരിക്കുവാനോ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. തലവേദന മാറിയില്ലെങ്കിൽ കോഴിക്കോടുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഈ അവസ്ഥയിൽ ഞാൻ തലവേദന മാറിയാൽ ആവിലായിൽ സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അതുവരെ ഉണ്ടായിരുന്ന തലവേദന പൂർണ്ണമായും ഈശോ മാറ്റിത്തന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും
ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ചനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈശോയേ യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ, ഞാൻ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. എൻ്റെ പേര് മേരി. ഞാൻ ഏകസ്ഥയായി ജീവിക്കുന്നു. ജന്മനാ രോഗിയായിരുന്ന എനിക്ക് വിവിധ രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുകയായിരുന്നു. ജന്മനാ ഉള്ള മൂത്രാശയ രോഗം മൂലം 1 മണിക്കൂറിൽ കൂടുതൽ യാത്ര ചെയ്യാനോ പ്രാർത്ഥനാ ജീവിതത്തിനായി ഇറങ്ങാനോ വല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു. 2018 മുതൽ ഞാൻ ഇവിടെ വരുന്നുണ്ടായിരുന്നു. പ്രാർത്ഥനകൾ എഴുതിയിട്ടതിൻ്റെ ഫലമായി മൂത്രാശയ രോഗത്തിൽ നിന്ന് എനിക്ക് വിടുതൽ ലഭിച്ചു. ഇപ്പോൾ എവിടെ വേണമെങ്കിലും 5-6 മണിക്കൂർ യാത്ര ചെയ്യാനും സാധിക്കുന്നു. എനിക്ക് ഈ വിധം സൗഖ്യം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നുവെന്ന മേരി ചെമ്പന്തൊട്ടി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം. ഈശോയേ യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. എൻ്റെ പേര് സെലീന. ഞാൻ ആര്യപ്പറമ്പ് ഇടവകാംഗമാണ്. എൻ്റെ കൂട്ടുകാരിക്ക് ലഭിച്ച സാക്ഷ്യമാണ് ആദ്യത്തേത്. കാഞ്ചന എന്ന എൻ്റെ കൂട്ടുകാരി കഴിഞ്ഞ വർഷം ജൂണിൽ ന്യൂമോണിയ ആയി വളരെ സീരിയസ് ആയി 25 ദിവസം തുടർച്ചയായി വെന്റിലേറ്ററിൽ കിടന്നു. അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടി ഇവിടെ വന്ന് മുട്ടിലിഴഞ്ഞ് അമ്മ ത്രേസ്യായോട് മധ്യസ്ഥം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾ പൂർണ്ണമായി സൗഖ്യമായി. എൻ്റെ പ്രാർത്ഥന കേട്ട ബന്ധിതനായ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നു. ഇനിയും ഒരു സാക്ഷ്യമുണ്ട്. എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് ഞാൻ ക്ലീനിങ് ശുശ്രൂഷ ചെയ്യുകയും അച്ഛനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും മുട്ടയിൽ വെള്ളുകയും ചെയ്തതിൻ്റെ ഫലമായി യാതൊരുവിധ തടസ്സവും കൂടാതെ വീട് പണി പൂർത്തിയാക്കുകയും യേശുവിൻ്റെ അനുഗ്രഹത്താൽ കയറി താമസിക്കുകയും ചെയ്തു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചനും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈശോയേ എൻ്റെ പേര് ഫെമി. പേരട്ടയിൽ നിന്നും വരുന്നു. ബന്ധിതനായ ഈശോയോടും ആവിലായിലെ അമ്മ ത്രേസ്യായോടും കർമ്മല മാതാവിനോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നേഴ്സിംഗ് പഠനത്തിനായി എനിക്ക് ഗവൺമെൻറ് കോളേജിൽ ഒരു സീറ്റ് ലഭിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ജൂഹി. ഞാൻ ബക്കളം ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ OET പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വേളയിൽ എനിക്ക് ഒത്തിരി ഉണ്ടായി. കഠിനമായ തലവേദന മൂലം എനിക്ക് പലപ്പോഴും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ വന്നു. ഡോക്ടർമാരെ കാണിച്ചപ്പോൾ എനിക്ക് മൈഗ്രെയിൻ രോഗമാണെന്ന് പറഞ്ഞു. കുറേ അലോപ്പതി മരുന്നുകളും ആയുർവേദ മരുന്നുകളും കഴിച്ചു. പക്ഷേ ഒരു കുറവും ഉണ്ടായില്ല. അപ്പോഴാണ് എൻ്റെ അമ്മ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഞാൻ ആദ്യം അച്ഛനെ വന്നു കണ്ട് പ്രാർത്ഥിക്കുകയും സാധിക്കുമ്പോഴൊക്കെ ആരാധനയിൽ വന്ന് പങ്കെടുക്കുകയും ചെയ്തു. പക്ഷേ എൻ്റെ അമ്മ മാസങ്ങളായി ഇവിടെ എല്ലാ വ്യാഴാഴ്ചയും മുടങ്ങാതെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ OET റിസൾട്ടിൽ ഞാൻ 2 മാർക്കിൽ ഒരു വിഷയത്തിന് തോറ്റുപോയി. പക്ഷേ ബാക്കി 3 വിഷയത്തിനും ഉയർന്ന മാർക്കുകൾ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇതെനിക്കുള്ള പരീക്ഷണമാണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ 2ാമതും OET എഴുതാൻ ഡേറ്റ് എടുത്തു. ഇത്തവണ ഞാൻ മാതാവിനോടും ഈശോയോടും കൂടുതൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇതിനിടയിൽ എൻ്റെ തലവേദന പൂർണ്ണമായും കുറഞ്ഞു. ഞാൻ എക്സാം വീണ്ടും ജൂലൈ 6 എഴുതി. ജൂലൈ 23 റിസൾട്ട് ദിവസം ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. പക്ഷേ വീണ്ടും അടുത്ത പരീക്ഷണം വന്നു. അന്നേ ദിവസം എനിക്കൊഴികെ എൻ്റെ കൂടെ എക്സാം എഴുതിയ എല്ലാ കുട്ടികൾക്കും റിസൾട്ട് വന്നു. എൻ്റെ റിസൾട്ട് മാത്രം വന്നില്ല. അന്വേഷിച്ചപ്പോൾ എൻ്റെ റിസൾട്ട് മാത്രം ക്വാളിറ്റി ചെക്കിന് വേണ്ടി ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുകയാണെന്ന് അറിയാനിടയായി. വീണ്ടും കാത്തിരിപ്പിൻ്റെ നാളുകൾ ആയിരുന്നു. കൂടെ എഴുതി എക്സാം പാസ്സായ എല്ലാ കുട്ടികളും പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് മാത്രം ഒന്നും നടന്നില്ല. ഞങ്ങൾ ശക്തമായി ഈശോയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ആഴ്ച ഓഗസ്റ്റ് 22 എൻ്റെ റിസൾട്ട് വന്നു. ഏകദേശം 1 മാസം കഴിഞ്ഞ്. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, എനിക്ക് എല്ലാ വിഷയത്തിലും B ഗ്രേഡ് തന്ന് ഈശോയും അമ്മ മാതാവും എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ മൈഗ്രെയിൻ പൂർണ്ണമായും മാറി കിട്ടി.
എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ കല്യാണി, പയ്യാവൂരിൽ നിന്നും വരുന്നു. യേശുവിൻ്റെ കരുണ കൊണ്ട് കിട്ടിയ അനുഗ്രഹം ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ വയറിൻ്റെ വലതുവശത്ത് നീരും വേദനയും, ജോലിക്ക് പോയ സമയത്ത് കണ്ണിൽ എന്തോ കടിച്ച വേദനയും നീരുമായിരുന്നു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. മാറിയാൽ സാക്ഷ്യം എഴുതിയിടാമെന്ന് പറയുകയും മുട്ടിൽ നീന്തുകയും ചെയ്തു. എൻ്റെ രോഗം പൂർണ്ണമായും മാറിക്കിട്ടി. പിന്നെ എൻ്റെ മകൾക്ക് കണ്ണിന് പുറത്ത് നീരും വേദനയും വന്നു. അതും ഈശോയുടെ കരുണ കൊണ്ട് പൂർണ്ണമായും മാറി. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ, എൻ്റെ പേര് ജിഷ. ഞാൻ നെല്ലിക്കുറ്റി ഇടവകയിൽ നിന്നും വരുന്നു. എനിക്ക് ഫെബ്രുവരി മാസം മുതൽ എൻ്റെ ഹൃദയമിടിപ്പിൽ വ്യത്യാസം അനുഭവപ്പെട്ടു തുടങ്ങി. 1 മിനിറ്റിൽ ശരാശരി 72 മുതൽ 80 വരെയാണ് നോർമൽ ഹൃദയമിടിപ്പ്. അതെനിക്ക് കുറഞ്ഞു 1 മിനിറ്റിൽ 60ആയി മാറി. കൂടാതെ ഇടിപ്പ് കുറയുന്ന സമയങ്ങളിൽ നെഞ്ചിനകത്ത് വല്ലാത്ത അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. അങ്ങനെ ഞാൻ ആവിലാപ്പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു. സാക്ഷ്യം എഴുതിയിട്ടോളാമെന്ന് നേർച്ച നേർന്നു. ഇപ്പോൾ എൻ്റെ എല്ലാ ബുദ്ധിമുട്ടും മാറി. ഹൃദയമിടിപ്പ് നോർമലായി. എൻ്റെ ഹൃദയമിടിപ്പ് ഇപ്പോൾ 74-76 എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് ബിന്ദു. ഞാൻ ഒറ്റപ്ലാവ് ഇടവകയിൽ നിന്നും വരുന്നു. എനിക്ക് ഇസ്രായേലിന് പോകുവാനുള്ള പേപ്പർ വർക്കിനിടയിൽ തടസ്സം നേരിടുകയും പോകാൻ സാധിക്കില്ല എന്ന് പറയുകയും ചെയ്തു. ഇവിടെ വന്ന് സാക്ഷ്യം എഴുതിയിടാമെന്ന് നേർന്നതിൻ്റെ ഫലമായി തടസ്സം മാറി. പേപ്പർ വർക്ക് പൂർത്തിയായി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും നന്ദി പറയുന്നു. കാറ്റും കടലും ശാന്തമായത് യേശുനാമത്തിൽ, പാപം നീങ്ങി സൗഖ്യം നേടിയത് യേശുനാമത്തിൽ. എൻ്റെ പേര് ആൻമരിയ. ഞാൻ കേരളത്തിൽ നിന്ന് വരുന്നു. ജർമ്മനിയിൽ പോകുന്നതിന് വേണ്ടി വിസയ്ക്ക് അപ്ലൈ ചെയ്തു. എൻ്റെ കൂടെയുള്ള കുട്ടികൾക്കെല്ലാം റിജക്ഷൻ വന്നു. അപ്പോൾ എനിക്കും റിജക്റ്റ് ആവുമോ എന്ന് ഭയമായിരുന്നു. വ്യാഴാഴ്ച ഇവിടെ വന്ന ആവിലായിലെ അമ്മ ത്രേസ്യായോടും ബന്ധിതനായ ഈശോയോടും മുട്ടിലെഴിഞ്ഞ് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. വിസ റിജക്റ്റ് ആവാതിരുന്നാൽ സാക്ഷ്യം എഴുതിയിടാമെന്ന് നേർച്ച നേരുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി വെള്ളിയാഴ്ച തന്നെ എനിക്ക് യാതൊരു റിജക്ഷനും കൂടാതെ വിസ ലഭിക്കുകയും ചെയ്തു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും നന്ദി പറയുന്നു. ഈശോയെ സ്തുതി, ഈശോയെ നന്ദി. എൻ്റെ പേര് ചിന്നമ്മ. ഞാൻ പേരാവൂരിൽ നിന്നും വരുന്നു. ഞാൻ ഈ സാക്ഷ്യം എൻ്റെ മകൾക്ക് വേണ്ടിയാണ് എഴുതുന്നത്. 3ാമതൊരു കുഞ്ഞിനെ വേണമെന്ന ആഗ്രഹത്തോടുകൂടി ഈ ആലയത്തിൽ വന്ന് മകൾ പ്രാർത്ഥിച്ചു. ശേഷം അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. തുടർന്ന് ആ ഒക്ടോബർ മാസം തന്നെ അവൾ ഗർഭിണിയാകുകയും ചെയ്തു. ജൂലൈ 23-ാം തീയതി മകൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞിന് തെരേസ എന്ന് പേര് നൽകാമെന്ന് നേർച്ച നേരുകയും ചെയ്തു. ഈ വലിയ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഇതോടൊപ്പം ഒരു കാര്യം കൂടി പങ്കുവയ്ക്കുന്നു. ജൂൺ മാസം കടുത്ത പനിയെ തുടർന്ന് ഞാൻ വളരെ ക്ഷീണിതയായിരുന്നു. പനി കഴിഞ്ഞ് എഴുന്നേൽക്കാൻ പോലും പ്രയാസപ്പെടുന്ന അവസരത്തിൽ ഞാൻ ഈശോയിൽ ഉറച്ചു വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. രോഗസൗഖ്യം നൽകിയാൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നേരുകയും ചെയ്തു. തുടർന്ന് എനിക്ക് പൂർണ്ണമായ രോഗസൗഖ്യം ലഭിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും നന്ദി പറയുന്നു. നന്ദി പറയാം. അന്തർ കണ്ടതും കേട്ടതും യേശുനാമത്തിൽ
മരണം തോറ്റതും ലാസറുയർത്തതും യേശുനാമത്തിൽ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ജസ്മിൻ. ഒരാഴ്ചയായിട്ട് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഡെങ്കി ഫീവർ ആയിരുന്നു. കവിണ്ട് താന്നുപോയി. പനി കൂടിയും കുറഞ്ഞും കൊണ്ടിരുന്നു. ആവിലെ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ പനി കുറഞ്ഞു, കവിണ്ട് നോർമലായി. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ, എൻ്റെ പേര് മേഴ്സി. വെള്ളാട് നിന്ന് വരുന്നു. എൻ്റെ മകന് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. അവൻ കുവൈറ്റിലാണ്. ജോലി വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും വിസ അടിച്ചു കിട്ടുന്നില്ലായിരുന്നു. ഞാൻ ബന്ധിതനായ ഈശോയോടും അമ്മ ത്രേസ്യായോടും കർമ്മല മാതാവിനോടും വിളിച്ചു പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തന്നെ അവന് വിസ അടിച്ചു കിട്ടി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും നന്ദി പറയുന്നു. നന്ദി പറയാം. ഈശോയേ, എൻ്റെ പേര് എൽസി. സ്ഥലം വഞ്ചിയം. എൻ്റെ മകന് വേണ്ടി എഴുതുന്നതാണ് ഈ സാക്ഷ്യം. എത്ര കല്യാണ ആലോചന വന്നിട്ടും നടന്നില്ല. ഞാൻ ആവിലായിൽ വന്ന റാപ്സനച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛൻ പറഞ്ഞു 21 പ്രാവശ്യം ഇവിടെ നൊവേനയിൽ കൂടി പ്രാർത്ഥിക്കുവാനും 10 പ്രാവശ്യം ഇവിടെ പിന്നീട് വരാനും പറഞ്ഞു. ഞാൻ 10 പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ തന്നെ മകൻ്റെ കല്യാണം നടന്നു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റു ചൊല്ലാം. ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ രക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബീന. ഞാൻ ചെമ്പന്തൊട്ടിയിൽ നിന്നും വരുന്നു. എൻ്റെ മോൾ വിസിറ്റിംഗ് വിസയിൽ ദുബായിൽ ജോലിക്ക് പോയി. വിസ കാലാവധി തീരാറായിട്ടും നല്ല ജോലിയിൽ കയറാതെ വിഷമിച്ചു. 2 പ്രാവശ്യം വിസ പുതുക്കി. പിന്നീട് ഞാനിവിടെ വന്ന ബന്ധനസ്ഥനായി ഈശോയുടെ അടുത്ത് നിയോഗം എഴുതി വയ്ക്കുകയും ജോലിയും വർക്ക് വിസയും കിട്ടിയാൽ ഇവിടെ സാക്ഷ്യം എഴുതി വെച്ചോളാമെന്ന് നേരുകയും മുട്ടിലെറിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അവൾക്ക് ജോലി കിട്ടുകയും വർക്ക് വിസ അടിച്ച് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്തു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും നന്ദി പറയുന്നു. ഈശോയ്ക്ക് സ്തുതി. എൻ്റെ പേര് മോളി. ഞാൻ മടമ്പത്ത് നിന്ന് വരുന്നു. എൻ്റെ മകൻ 1.5 വർഷം കഴിഞ്ഞ് മാൾട്ടയ്ക്ക് പോയിട്ട് ഏജന്റ് മുഖേന 1.5 മാസം കഴിഞ്ഞപ്പോൾ ഹോട്ടലിൽ ഒരു ജോലിക്ക് കയറി. അവന് മാസം കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും ഏജന്റിനും റൂം വാടകയും ഭക്ഷണ സാധനങ്ങളും എല്ലാം കഴിഞ്ഞ് അവൻ്റെ കയ്യിൽ നീക്കിയിരിപ്പൊന്നുമില്ലായിരുന്നു. ഈ വർഷം ജൂൺ 20 ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ എല്ലാ വ്യാഴാഴ്ചകളിലും റാപ്സൻ അച്ഛൻ്റെ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുക്കുകയും ചെയ്തു. അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. കാര്യങ്ങളെല്ലാം അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിന്നീട് എൻ്റെ മകൻ ഒരു ഡ്രൈവിംഗ് ജോലി കിട്ടുകയും നല്ല ശമ്പളം കിട്ടുകയും ചെയ്തു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് നിഖിൽ ടൈജു. ഞാൻ ചുങ്കക്കുന്നിൽ നിന്നും വരുന്നു. BBA എക്സാം എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. റാപ്സൻ അച്ഛനോട് ഞാൻ പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി ഞാൻ ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായി. പഠിക്കാൻ പിന്നോട്ടായ എനിക്ക് ഇത്ര വലിയ വിജയം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും ഒത്തിരി നന്ദി പറയുന്നു. നന്ദി പറയാം. വിളിക്കാം. ഈശോയേ, അത്ഭുതങ്ങളും അടയാളങ്ങളും
യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ ഉണരാം ഉണരാം ഉണരാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു മിനിറ്റ്. ഒരു സന്താന സൗഭാഗ്യത്തിൻ്റെ ഒരു സാക്ഷ്യം കേട്ടിട്ട് നമുക്ക് ഒരു മിനിറ്റ് ഇവിടെ ഇരിക്കും. എഴുന്നേറ്റവർക്ക് നന്ദി. ഒരു മിനിറ്റ്. എൻ്റെ പേര് ഡയാന. ഞാൻ പെരുമിനെ അടുവകയിൽ നിന്ന് വരുന്നു. ഞാൻ പെരുമിനെ അടുവകയിൽ നിന്ന് വരുന്നു. എനിക്ക് 3 വർഷമായി കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരാൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ച അമ്മ തീർച്ചയായോട് ഈശോയോട് 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. വിവാഹം കഴിഞ്ഞ് 3 വർഷമായിട്ടും മക്കളുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇവിടെ വന്ന് കഴിഞ്ഞ വർഷം വന്ന് അമ്മ തെരേസ്യയുടെ തിരുനാളിന് മുമ്പ് വന്ന് പ്രാർത്ഥിച്ചു. ഈ വർഷം അമ്മ തെരേസ്യയുടെ തിരുനാളിന് മുമ്പ് കുഞ്ഞിനെയുമായിട്ട് വന്ന് സാക്ഷ്യം പറയാൻ കർത്താവ് കൃപ കൊടുത്തു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ ഉണരാം ഉണരാം ഉണരാം. കുഞ്ഞിനെ കാണണ്ടേ നിങ്ങൾക്ക്? എത്ര മാസമായി മോളെ? 40 ദിവസമായിട്ടുള്ളൂ. ഉറക്കെ വിളിച്ചേ ഈശോയേ കുറച്ച് എഴുന്നേറ്റിട്ടില്ല. എഴുന്നേക്കാവുന്ന വിധത്തിലൊന്ന് വിളിക്കേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ മോൾക്ക് ഞാൻ നെല്ലിക്കാമ്പോയി ഇടവകയിൽ നിന്നും വരുന്നു. എൻ്റെ പേര് ഗ്രേസി. എൻ്റെ മോൾക്ക് 10 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഞങ്ങൾ റാപ്സനച്ചനെ വന്ന് കാണുകയും അച്ഛൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. 33 വ്യാഴാഴ്ച പള്ളി വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. അച്ഛൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ പറഞ്ഞു, ഒക്ടോബർ മാസം ആകുമ്പം നിനക്ക് കുഞ്ഞിനെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയാനായിട്ട് സാധിക്കുമെന്ന്. ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലാമ്മയ്ക്കും പ്രത്യേകമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സ് അച്ഛനും 1000 നന്ദി പറയുന്നു. സോജനും നീതുവിനും വിവാഹം കഴിഞ്ഞ് 10 വർഷമായിട്ടും കുട്ടികളുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം തിരുനാളിന് മുമ്പ് സെപ്റ്റംബർ മാസത്തിലായിരിക്കും അല്ലേ, ഒക്ടോബർ മാസത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. ഈ വർഷം തിരുനാളിന് മുമ്പ് കുഞ്ഞിനെയുമായിട്ട് 10 വർഷം ലഭിക്കാതിരുന്നത് കർത്താവ് 10 മാസം കൊണ്ട് കൊടുത്തു. ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം ഈശോയേ. മനുഷ്യന് അസാധ്യമായത് പ്രിയപ്പെട്ടവരെ, ഈ 10 വർഷം ഇവർ വെറുതെ ഒന്നും ഇരിക്കുകയായിരുന്നില്ല. ആവശ്യത്തിന് ട്രീറ്റ്മെൻറ്റുകളും അല്ലേ ഒക്കെ ചെയ്ത് അതൊക്കെ ചെയ്ത് മടുത്തു എന്ന് പറയുന്ന, അങ്ങനെ പറയാറില്ലേ, മടുത്തു എന്ന് പറയുന്ന അവസ്ഥയിലാണ്. എല്ലാവരും കൈയൊഴിയുന്ന അവസ്ഥയിലാണ്. മനുഷ്യൻ്റെ കയ്യിലുള്ളതെല്ലാം തീർന്നു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കർത്താവ് തുടങ്ങുന്നു. ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ ഉണരാം ഉണരാം ഉണരാം. ഈശോയേ 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 ഈശോയേ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഇനി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.